ആദരണീയ ഭക്തസജ്ജന മാനസങ്ങൾക്ക് സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അനേകം ഋഷീശ്വരന്മാരുടെയും സീതാദേവിയുടെയും ലവകുശന്മാരുടെയും പാദസ്പർശമേറ്റ ഓരോ മൺതരിയിലും രാമായണ ശീലുകൾ അലയടിക്കുന്ന ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വം സീതാദേവി ലവകുശ ക്ഷേത്ര സന്നിധിയിലാണ്. വയനാട്ടിലെ പ്രസിദ്ധമായ കുപ്പത്തോട് നായർ തറവാടിൻ്റെ ഊരായ്മയിലുള്ള ഈ ക്ഷേത്രം വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സീതാദേവി ലവകുശന്മാരെ പ്രസവിക്കുവാൻ ദർഭപ്പുല്ലിൽ പള്ളി കൊണ്ടതിനാലാണ് ഈ ദേശത്തിന് പുൽപ്പള്ളി എന്ന പേര് വന്നത്. ആദികവിയുടെ രാമായണ രചനയേക്കാൾ ഏറെ പഴക്കമുണ്ട് പുൽപ്പള്ളിക്ക്. ലോകാപവാദ നിമിത്തം ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട ഗർഭിണിയായ സീതാദേവി പുൽപ്പള്ളിയിലെ വാത്മീകി ആശ്രമത്തിൽ എത്തിച്ചേരുന്നത് മുതലാണ് ഈ ക്ഷേത്രത്തിന് രാമായണവുമായി ബന്ധമുണ്ടാവുന്നത്. 6 ഏക്കറോളം വിശാലമായി കിടക്കുന്ന പവിത്രമായ ഭൂമിയിൽ ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന മതിൽക്കെട്ടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് തട്ടുകളോടുകൂടിയ ശ്രീലകത്ത് സർവാഭരണ വിഭൂഷിതയായ ശിലാവിഗ്രഹവും പൂർവികമായി ആരാധിച്ചിരുന്ന കണ്ണാടി പ്രതിഷ്ഠയും ഭക്തജന രക്ഷയ്ക്കായി ചൈതന്യം തുളുമ്പി നിൽക്കുന്നു. ഈ ശ്രീകോവിലിൻ്റെ വലതുവശത്തായാണ് പടിഞ്ഞാറോട്ട് ദർശനമായി മുരിക്കന്മാർ എന്ന ലവകുശന്മാരുടെ ശ്രീകോവിൽ. ശ്രീരാമപുത്രന്മാരായ ഈ രാജാക്കന്മാർക്ക് മുരിക്കന്മാർ എന്ന പേരിൽ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് പൂജ. ലവകുശന്മാരുടെ ശ്രീകോവിലിനു മുന്നിലായി കിരാത ശിവന്റെ സങ്കല്പമായി തലച്ചിൽ ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. ലവകുശന്മാരുടെ ശ്രീകോവിലിൻ്റെ തെക്കു പടിഞ്ഞാറായി അയ്യപ്പൻ്റെ ശ്രീകോവിലും വടക്കു പടിഞ്ഞാറായി 3 ശ്രീകോവിലുകളിലായി വേട്ടയ്ക്കൊരു മകൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവ പ്രതിഷ്ഠകളും വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോണിലായി നാഗദേവ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതാ സ്ഥാനമാണ് വെള്ളാട്ട് തറ. എല്ലാ മലയാള മാസവും 2-ാം തീയതി ഇവിടെ വെള്ളാട്ട് നടക്കും. സീതാദേവിയുടെ ഇടതുവശത്തായുള്ള പാട്ടുപുരയിൽ അന്തര്യോഗം കൂത്ത് മുതലായവ നടന്നിരുന്നു. ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തായി സീതാദേവിയും ലവകുശന്മാരും നീരാട്ട് നടത്തിയ പഞ്ചതീർത്ഥക്കുളവും ഏറെ പ്രാധാന്യത്തോടെ സംരക്ഷിച്ചു പോരുന്നു. 15ഓളം ആനകളുണ്ടായിരുന്ന ദേവസ്വത്തിൻ്റെ അവസാനത്തെ ആനയായ ഒറ്റക്കൊമ്പൻ ശങ്കരൻകുട്ടി 2012 ഒക്ടോബർ 15 ദേവിയിൽ വിലയം പ്രാപിച്ചതിൻ്റെ സ്മാരക നിർമ്മിതി ക്ഷേത്രത്തിനു മുന്നിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ പൂർവ്വസ്ഥാനമായി കണക്കാക്കുന്നത് ശ്രീ വാത്മീകി ആശ്രമമാണ്. ആദികവി ഇവിടെ ഇരുന്നാണ് രാമായണം രചിച്ചത്. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവിക്ക് മഹർഷി തൻ്റെ ആശ്രമത്തിൽ അഭയം നൽകി എന്ന് രാമായണം ഉദ്ഘോഷിക്കുന്നു. മുനിയുടെ പർണശാല പ്രസൂതികാഗൃഹമാക്കി മാറ്റി സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകി. പർണശാല പ്രസൂതികാഗൃഹമാക്കി മാറ്റിയ സമയത്ത് വാത്മീകി മഹർഷി പർണശാലയുടെ അടുത്ത് ഒരു ഗുഹയിലേക്ക് രാമായണം രചനയ്ക്കായി മാറുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർക്ക് രാമനാമ ജപം കേൾക്കാം എന്ന് പറയപ്പെടുന്നു.
ആശ്രമത്തിലെ മന്ദാരവൃക്ഷത്തിൽ ദിവസവും 2 പൂക്കളെങ്കിലും വിരിയും. ഇത് ദേവിയുടെ 2 മക്കളാണെന്നാണ് ഭക്തജനവിശ്വാസം. ഒരു നെയ്വിളക്കുമായി പർണശാലയിൽ വന്ന് എന്തു പ്രാർത്ഥിക്കുന്നുവോ അത് അമ്മ സാധിച്ചു നൽകും എന്നത് ഇവിടെ ഓരോ ഭക്തനും അടിയുറച്ച് വിശ്വസിക്കുന്നു. വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ 7-ാം തീയതി മാത്രമാണ് വാത്മീകി ആശ്രമത്തിൽ പൂജ നടക്കുന്നത്. ലവകുശന്മാർക്ക് വാത്മീകി മഹർഷി രാമായണം ചൊല്ലിക്കൊടുത്ത ഒരു പുണ്യഭൂമി കൂടിയാണ് ഇവിടം. എല്ലാ വർഷവും വിഷുവിനു മുൻപായി ദർഭപ്പുല്ല് മേഞ്ഞ് ഈ ആശ്രമം സംരക്ഷിക്കുന്നു. ശ്രീ പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ശ്രീ ചേടാറ്റിൻകാവാണ്. അശ്വമേധയാഗത്തിൻ്റെ വിജയത്തിനായി ശ്രീരാമൻ അയച്ച അശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകെട്ടി. അശ്വത്തെ പിന്തുടർന്നു വന്ന സേനാനിയും ലക്ഷ്മണപുത്രനുമായ ചന്ദ്രകേതുവിന് അതിനെ സ്വതന്ത്രമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അശ്വത്തെ പിടിച്ചുകെട്ടിയത് ആരെന്നറിയുവാൻ ശ്രീരാമചന്ദ്രൻ അവിടെ എത്തിച്ചേർന്നു. തൻ്റെയും സീതാദേവിയുടെയും മക്കളായ ലവകുശന്മാരാണ് അശ്വത്തെ പിടിച്ചു കെട്ടിയത് എന്നറിഞ്ഞ ശ്രീരാമചന്ദ്രനിൽ പിതൃസ്നേഹം ഉടലെടുക്കുകയും തൻ്റെ ധർമ്മപത്നിയായ സീതയെയും പുത്രന്മാരെയും അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി ശ്രീരാമചന്ദ്രൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി പൊതുജനങ്ങളുടെ മുൻപിൽ ശുദ്ധയാണെന്ന് ഒരിക്കൽ കൂടി സത്യം ചെയ്യാൻ താൽപ്പര്യമില്ലാതിരുന്ന ദേവി ഭൂമി പിളർന്ന് സ്വമാതാവായ ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു. അത് കണ്ട ശ്രീരാമൻ സീതാദേവിയുടെ മുടിയിൽ പിടിക്കുകയും മുടിയറ്റ് ശ്രീരാമൻ്റെ കയ്യിലാവുകയും ചെയ്തു. അങ്ങനെ സീതാദേവിയെ ജടയറ്റ അമ്മയായി ഈ മണ്ണിൽ പ്രതിഷ്ഠിച്ചു. ശ്രീരാമൻ, സീതാദേവി, ലവകുശന്മാർ, ലക്ഷ്മണൻ, ഭരതശത്രുഘ്നന്മാർ, വാത്മീകി മഹർഷി, ഹനുമാൻ സ്വാമി എന്നിവർ ഒത്തുചേർന്ന ഏക മുഹൂർത്തം സീതാദേവിയുടെ അന്തർദാന സമയമാണ്. അത് ഈ പുണ്യഭൂമിയാണ്. മേടമാസത്തിലെ പൂയം നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനം. അട്ടയില്ലാത്ത ഒരു വനഭൂമിയാണ് ഇവിടം. തൻ്റെ മക്കളായ ലവകുശന്മാരെ അട്ട കടിച്ചപ്പോൾ ദേവി ശപിച്ചതിനാലാണ് ഇവിടെ അട്ടകളില്ലാത്തത് എന്നാണ് വിശ്വാസം. വിഗ്രഹങ്ങളുടെ വലുപ്പത്തിൽ കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സപ്തമാതൃക്കളുടെ മാതൃശാല. സപ്തമാതൃക്കൾ കൂടാതെ ഗണപതിയുടെയും വീരഭദ്രൻ്റെയും പ്രതിഷ്ഠ ഇവിടെയുണ്ട്. അശോകവനത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ അശോകവനത്തിലെ സീതാസങ്കല്പത്തിൽ അശോകമരങ്ങൾക്കിടയിൽ സീതാദേവിയുടെ ഒരു ശിലാപ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനടുത്തായി വേട്ടയ്ക്കൊരു മകനായ ശിവനും ലവകുശന്മാരുടെ സങ്കല്പവുമുണ്ട്. ശ്രീ പുൽപ്പള്ളി മുരുക്കന്മാർ ദേവസ്വത്തിൻ്റെ കീഴേടമാണ് ശ്രീ ചുണ്ടക്കൊല്ലി കരിങ്കാളി ക്ഷേത്രം. എല്ലാ മാസവും സംക്രമ ദിവസം ഇവിടെ പൂജ നടക്കുന്നു. മേടമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനം. കേരളത്തിലെ ഏറ്റവും വലിയ വീട്ടുമരങ്ങളിലും തേക്കുമരങ്ങളിലുമൊന്ന് ഈ ക്ഷേത്ര സമുച്ചയത്തിലാണ്. ശ്രീ മുരുക്കന്മാർ ക്ഷേത്രത്തിൽ മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം. ധനുമാസം 18-ാം തീയതിയാണ് ക്ഷേത്ര ഉത്സവത്തിന് കൊടി കയറുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവ ചടങ്ങുകൾ. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നെയ്വിളക്കും മംഗല്യപൂജയുമാണ്. ശ്രീ മുരുക്കന്മാർക്ക് നെയ്യിൽ തീർത്ത അപ്പമാണ് പ്രധാനം. ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം മഴുവന്നൂർ ഇല്ലത്തിനും ചേടാറ്റിൻകാവിൽ പട്ടാമ്പി കോഴിക്കോട്ടിരി മനയ്ക്കുമാണ്. ഈ പ്രപഞ്ചത്തിലെ പർവ്വതങ്ങളും സരിത്തുക്കളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണ കഥ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. പരമപദമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന രാമായണം രചിക്കപ്പെട്ടതും അതിലെ രാമനും സീതയും ഉൾപ്പെടെ ഉള്ളവരുടെ പാദസ്പർശമേറ്റ ഓരോ മൺതരിയിലും രാമായണ ശീലുകൾ അലയടിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒന്ന് നിൽക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം എന്ന് ഇവിടെ വരുന്ന ഓരോ ഭക്തനും പറഞ്ഞു വയ്ക്കുന്നു.